AICC സെക്രട്ടറി ശ്രീ വി ഡി സതീശൻ MLA ആണ് ഇന്ന് വ്യൂ പോയിന്റ്. സോ വെൽക്കം. കോൺഗ്രസിലെ പുതുതലമുറ നേതാക്കളിൽ ഹരിത രാഷ്ട്രീയത്തിൻ്റെ വക്താവായാണ് ശ്രീ വി ഡി സതീശൻ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസിന് ഒരു പരിസ്ഥിതി നയം ഇരിക്കെ എന്തുകൊണ്ടാണ് ഒരു ഹരിതവാദി ഗ്രൂപ്പ്? ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനെ ഒരു പരിസ്ഥിതിവാദിയല്ല, ഒരു ഹരിതവാദി എന്ന് അറിയപ്പെടാൻ ആഗ്രഹമുള്ള ഒരാളുമല്ല. ഞാൻ സന്തുലിതമായ വികസനത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണ്. കോൺഗ്രസ്സിന് ഒരു പരിസ്ഥിതി നയമുണ്ട്, ആ പരിസ്ഥിതി നയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അത് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ശ്രീ രാജീവ് ഗാന്ധിയും എല്ലാം തുടർന്നു കൊണ്ടുവന്ന, ലോകത്തിൽ ആദ്യമായി ലോക നേതാക്കന്മാർ ആദ്യമായി പരിസ്ഥിതിക്ക് വേണ്ടി പ്രതികരിച്ച ഒരാൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. സ്വീഡനിലെ സ്റ്റോക്ക്ഹോം പ്രസംഗം. അതുപോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രകൃതിയെ പ്രണയിച്ചിരുന്ന ആളാണ്. പരിസ്ഥിതി വകുപ്പുണ്ടാക്കിയ ആളാണ് രാജീവ് ഗാന്ധി. കോൺഗ്രസിനൊരു ലെഗസി ഉണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട. ആ ലെഗസിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ രാഷ്ട്രീയക്കാരനായിട്ടും കോൺഗ്രസ്സുകാരനായിട്ടാണ് സംസാരിച്ചത്. കോൺഗ്രസിൻ്റെ പരിസ്ഥിതി നയങ്ങളോടും വാദങ്ങളോടും യോജിച്ചു നിന്ന് താങ്കളെപ്പോലുള്ളവർ സർക്കാരിൽ ഒരു വിമത ശബ്ദമായി നിൽക്കുമ്പോൾ അതിനർത്ഥം സർക്കാർ കോൺഗ്രസിൻ്റെ പരിസ്ഥിതി നയങ്ങളല്ല പിന്തുടരുന്നത് എന്നാണ്. അല്ല, കോൺഗ്രസിൻ്റെ ഞാനൊന്ന് വിമത ശബ്ദമല്ല, ഞാനൊരിക്കലും വിമത ശബ്ദം പ്രവർത്തിച്ചില്ല. പക്ഷേ ഗവൺമെൻറ് ചില തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് തെറ്റാണ്, അത് കറക്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്കതിന് മുഖ്യമന്ത്രിയോട് വളരെ നന്ദിയുണ്ട്. നെല്ലിയാമ്പതി വിഷയം, അതുപോലെ റെഗുലേറ്ററി അതോറിറ്റി കുടിവെള്ളത്തിന് രൂപീകരിക്കുന്ന വിഷയം, കുടിവെള്ളവുമായി ബന്ധപ്പെട്ടത് സ്വകാര്യവൽക്കരിക്കുന്നതുമായി സംബന്ധിച്ചൊരു ഓർഡർ, എമർജിംഗ് കേരളയിലെ നുഴഞ്ഞു കയറിയ ചില പദ്ധതികൾ, ഇതിനെതിരായിട്ടൊക്കെ നമ്മൾ നിലപാടെടുത്തപ്പോൾ മുഖ്യമന്ത്രി ഞങ്ങളുമായി സംസാരിക്കുകയും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അദ്ദേഹം ചെയ്തു. കേരളത്തിലെ പല പരിസ്ഥിതി വിഷയങ്ങളിലും പ്രാദേശികമായ എതിർപ്പുകൾ ഉണ്ടായിട്ടും വി ഡി സതീശനെ പോലെയുള്ള ഹരിതവാദി MLA-മാർ എതിർത്തിട്ടും വലിയൊരു വിഭാഗം പ്രതിപക്ഷ MLA-മാർ അണിനിരന്നിട്ടും തീരുമാനം മാറ്റാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആറന്മുള വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ 66 പ്രതിപക്ഷ MLA-മാർക്കൊപ്പം താങ്കൾ ഉൾപ്പെടുന്ന 6 ഭരണപക്ഷ MLA-മാരും പിന്നീട് 3 പേർ കൂടി പ്രധാനമന്ത്രിക്ക് ഈ നടപടി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതിയിട്ടും സർക്കാർ ആ തീരുമാനം പുനഃപരിശോധിക്കാൻ തയ്യാറല്ല. അവിടെ താങ്കളുടെ ശബ്ദം വിമതമല്ലേ? അല്ല, അവിടെ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം പറയും. LDF-ന്റെ കാലത്താണ് അവിടെയുള്ള എല്ലാ വയലേഷൻസും നടന്നത്. ഏകദേശം 11ഓളം നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവിടെ ഈ ഭൂമിയെല്ലാം നികത്തിയത്. ആ നിയമവിരുദ്ധമായി ചെയ്ത പ്രവൃത്തി അവിടെ നിൽക്കുകയാണ്. ഈ കോൺഗ്രസ്സുകാരനായ CP മുഹമ്മദ് തന്നെ MLA തന്നെ ചെയർമാനായിട്ടുള്ള പരിസ്ഥിതി സമിതി ഈ നിയമലംഘനത്തെക്കുറിച്ച് നിയമസഭയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. CPC വിശ്വനാഥൊക്കെയുള്ള കമ്മിറ്റിയാണെന്നാണ് എനിക്കത് തോന്നുന്നത്. കോൺഗ്രസ് MLA-മാർ ഉൾപ്പെടെയുള്ള കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടുണ്ട്. അവിടെ നിയമലംഘനം നടത്തിയിട്ടുണ്ട്. ഞാനതിൽ ഉറച്ചു നിൽക്കുകയാണ്. CP മുഹമ്മദ് ചെയർമാനായിട്ടുള്ള പരിസ്ഥിതി സമിതി നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ശരി. അപ്പം നിയമലംഘനം നടത്തിയിട്ടുണ്ട്. ആ നിയമലംഘനത്തെ എങ്ങനെയാണ് സർക്കാർ അതിനെ റെഗുലറൈസ് ചെയ്യാൻ പോകുന്നത്? അതിന് അധികാരം സർക്കാരിനുണ്ടോ എന്നുള്ളൊരു നിയമപ്രശ്നം കൂടി അതിൻ്റെ അകത്തുണ്ട്. താങ്കൾ പറയുന്നത് 1500 ഏക്കർ ഭൂമി വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കാം എന്ന ഇടത് സർക്കാരിൻ്റെ തീരുമാനത്തെയാണ്. അതിൻ്റെ മറപറ്റിയാണ് ഇപ്പോൾ UDF സർക്കാർ ഈ പുതിയ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൽ 10% ഓഹരി സർക്കാർ ഏറ്റെടുക്കാമെന്നും മിച്ച ഭൂമി വിൽക്കാമെന്നുമുള്ള തീരുമാനം ഉമ്മൻചാണ്ടി സർക്കാരാണ് എടുക്കുന്നത്. അതിനെ തടയാനോ നിർത്തിവെക്കാനോ മാറ്റി നിർത്താനോ താങ്കൾക്ക് കഴിയുമോ? അല്ല, നമ്മൾ പറയുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത് റെഗുലറൈസ് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള കോമ്പിറ്റൻസി ഗവൺമെൻറ്റിനില്ല. ഗവൺമെൻറ്റിന് അതിനുള്ള അധികാരമില്ല. തെറ്റായ കാര്യങ്ങൾ അതിനെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതെങ്ങനെ ചെയ്യും? അപ്പോൾ അതൊരു നിയമപ്രശ്നം കൂടിയാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ ആവശ്യമാണ്. പാർട്ടിക്കകത്ത് വളരെ വിശദമായ ചർച്ചകൾ ആവശ്യമാണ് എന്നാണ് നമ്മുടെ നിലപാട്. നിയമസഭയ്ക്കകത്ത് ഭൂരിപക്ഷം MLA-മാർ എടുക്കുന്ന നിലപാടുകളെയാണ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെയാണ് ജനഹിതമായി ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 75ഓളം MLA-മാർ എതിർപ്പ് രേഖപ്പെടുത്തിയ ഒരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ താങ്കളെപ്പോലെ ആത്മാർത്ഥമായി പരിസ്ഥിതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ജനപ്രതിനിധി സ്ഥാനം രാജിവെച്ചുകൊണ്ട് നിലപാട് വ്യക്തമാക്കുമോ? ഇല്ല, സ്ഥാനം രാജിവെക്കുന്ന പ്രശ്നമൊന്നും ഇതിൻ്റെ അകത്ത് ഉദിക്കുന്നില്ല. ഒന്ന്, ഇത് കണക്കിൻ്റെ കളിയല്ല. അപ്പം നിയമവിരുദ്ധമായ ഒരു നടപടി സർക്കാർ ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയുകയും പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് സമ്മർദ്ദം ചെലുത്തി ആ തീരുമാനം ശരിയായ തീരുമാനം എടുക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുകയാണ്. അല്ലാതെ ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ രാജിവെക്കാൻ പോയാൽ നമ്മൾ രാജിവെച്ച് പുറത്തു പോകും. പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. പുറത്തു നിന്നുകൊണ്ട് സംസാരിച്ച പ്രസക്തിയില്ലല്ലോ. സർക്കാരിൻ്റെ പരിസ്ഥിതി നയം കേരളത്തിൽ താങ്കളെപ്പോലുള്ളവർ
പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ വിശ്വസിക്കുന്ന സന്തുലിതമായ വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ആശയത്തിന് വിരുദ്ധമായാണോ? അല്ല, ഒരു സ്ഥലത്തും ഒരു ഗവൺമെന്റും സന്തുലിതമായ വികസനം എന്നുള്ള ആശയം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്നില്ല. അത് കേരളത്തിലെ ഗവൺമെന്റ് മാത്രമല്ല. പക്ഷേ അതിലേക്ക് വരാതിരുന്നാൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തും. അതിനെ ബോധ്യപ്പെടുത്തലും അതിന് മുന്നറിയിപ്പ് കൊടുക്കലും അത്തരം നടപടികളെ ഫോക്കസിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ചുമതലയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു എല്ലാ കാര്യത്തിലും നമുക്ക് റിസൾട്ട് ഉണ്ടാകണം എന്നില്ല. 29 പദ്ധതികളാണ് എമർജിംഗ് കേരളയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കപ്പെട്ടത്. അത് ലോകത്തിൻ്റെ മുന്നിൽ ഈ ഗവൺമെൻറ് ഷോക്കേസ് ചെയ്ത പദ്ധതികളാണ്. അപ്പോൾ ആ പദ്ധതികളുടെ ഇടയിലൂടെ സ്ഥാപിത താല്പര്യക്കാരുടെ പദ്ധതികൾ നുഴഞ്ഞു കയറി. നമ്മളത് ചൂണ്ടിക്കാണിച്ചു. പ്രതിപക്ഷം പോലും അല്ല ചൂണ്ടിക്കാണിച്ചു, ഞങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. പല സന്ദർഭങ്ങളിലും കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപമാണ് അദ്ദേഹം പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ പിടിയിലാണെന്ന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ. ഇന്ന് വ്യവസായ വകുപ്പ് ലീഗിൻ്റെ കയ്യിലാണ്. താങ്കൾ പറയുന്നു എമർജിംഗ് കേരളയുടെ ഭാഗമായി ഒരുപാട് പദ്ധതികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വ്യവസായ വകുപ്പിൻ്റെ വീഴ്ചയാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് വി ഡി സതീശൻ സംശയിക്കുന്നുണ്ട്. വ്യവസായ വകുപ്പിൽ നിന്നും മാത്രം വന്ന പദ്ധതികൾക്കല്ല കുഴപ്പമുണ്ടായിരുന്നത്. കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ നിന്ന് വന്ന പദ്ധതികൾക്കും കുഴപ്പമുണ്ടായി. അവരാരെങ്കിലും മനഃപൂർവ്വം ഇത്തരം സ്ഥാപിത താല്പര്യക്കാരുടെ പദ്ധതികൾ തിരികെ കയറ്റിയതാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ശ്രദ്ധയില്ലായ്മ അന്നുണ്ടായിരുന്നു. ഒരു കാര്യമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ്, ഇത്തരം കാര്യങ്ങളിൽ ചെയ്യേണ്ട ഒരു തയ്യാറെടുപ്പിൻ്റെ അഭാവം ഉണ്ടായിരുന്നു, ഒരു അശ്രദ്ധ. 5ാം മന്ത്രി സ്ഥാനം തൊട്ട് ഇതിൻ്റെ ഒരു നിയന്ത്രണം തെറ്റിയ പോക്കാണ് സർക്കാർ പോകുന്നത്.